ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് ഉള്ളിത്തണ്ട് മുട്ടൊക്കെ വെച്ചിട്ട് ഒരു അടിപൊളി തോരൻ ഉണ്ടാക്കട്ടെ. അപ്പോൾ ആ ഉള്ളിത്തണ്ടൊക്കെ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് മുറിച്ചെടുത്തിക്കണം. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ 2 മുട്ട, അതുപോലെ കറിവേപ്പിൻ്റെ ഇല, കുറച്ച് ഒരു 5-6 അല്ലി ചെറിയ ഉള്ളി, പിന്നെ ഒരു 3 പച്ചമുളക്, പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരു അരമുറി തേങ്ങ ചിരകിയത് എടുത്തിക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ പാടിക്കൊന്ന് ഞാൻ സമ്മന്തിക്കൊന്ന് ഒതുക്കിയെടുത്തിക്കണം. ഇനി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിരിക്കണം. അതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 3-4 ടീസ്പൂണൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് കടുകൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് കറിവേപ്പിൻ്റെ ഇല ഒന്ന് ഇട്ട് കൊടുത്തിക്കണം. ഇനി ഇതിലേക്ക് അരിഞ്ഞ് വെച്ച ഉള്ളിത്തണ്ട് ഒന്ന് ഇട്ട് കൊടുത്തിക്കണം. ഇനി സ്പൂണ് വെച്ച് ഒന്ന് 2-3 മിനിറ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതൊന്ന് അടച്ച് വെക്കാം. പിന്നെ അടച്ച് വെച്ചിട്ട് കുറേ നേരം വേവിച്ചെടുക്കരുത് കേട്ടോ. ഒരു 1/4 ഭാഗമൊക്കെ ഒന്ന് വെന്താൽ മതി. ഉള്ളിത്തണ്ട് വേഗം വേവുന്ന ഒരു സാധനമാണല്ലോ. പിന്നെ വേവ് കൂടിപ്പോവരുത്. അപ്പോൾ ഒരു 2 മിനിറ്റൊക്കെ ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം ഇതൊന്ന് തുറന്ന് എടുത്തുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ഈ സമ്മന്തി നമ്മൾ ഒതുക്കി വെച്ചിട്ടുണ്ടല്ലോ, അതിനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു കുറച്ച് നേരം 2-3-4 മിനിറ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ചും പാടിക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റും പാടിക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ആദ്യത്തെ തേങ്ങേൻ്റെ പാലുണ്ടല്ലോ, ആ നീരൊക്കെ ഒന്ന് വറ്റാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മുട്ട ചേർക്കുമ്പോൾ നീരും പാടിക്ക് ഉണ്ടാകുമ്പോൾ ഇതൊരു കുഴഞ്ഞ രൂപത്തിലാവും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു 1/4 ഭാഗം വെന്താൽ മതി എന്ന്. അപ്പോൾ ഈ കുറച്ച് നേരം ഈ തേങ്ങ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് വേവിക്കണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ഏകദേശം വേവ് കറക്റ്റാവും. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ആ മുട്ട 2 പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തുക്കണം. ഇനി ഇതുപോലെ നന്നായിട്ടൊന്ന് നമ്മൾ മുട്ടയൊക്കെ ചിക്കൂലേ, അതുപോലെ ഒരു 2 മിനിറ്റ് കുറച്ച് നേരം ഒന്ന് ആ മുട്ടയിലിട്ട് വെച്ചതിന് ശേഷമാണ് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇങ്ങനെ ഇളക്കി യോജിപ്പിക്കാൻ കേട്ടോ. അപ്പോൾ നമുക്കിത് കറക്റ്റ് അളവിൽ നമ്മൾ മുട്ടയൊക്കെ ചിക്കിയ ഒരു രൂപത്തിലായി കിട്ടുള്ളൂ. അപ്പോൾ ഇത് ഏകദേശം കറക്റ്റ് അളവൊക്കെ ആയി വന്നിക്കണം കേട്ടോ. ഞാൻ തീയൊന്ന് ഓഫാക്കിയിരിക്കണം. ഈ മുട്ട ചേർത്തിട്ട് തേങ്ങേൻ്റെ സമ്മന്തിയൊക്കെ പാടെ ചേർത്തിട്ട് ഉള്ളിത്തണ്ട് ഒന്ന് ഉണ്ടാക്കി നോക്കി. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.